നമസ്കാരം. പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ ഉദ്യോഗം ഉപേക്ഷിച്ച് വ്യാപാരം, വിപണനം എന്നീ മേഖലകളിൽ ഏർപ്പെടാൻ ഒരു സാഹചര്യം ഉണ്ടാകുമെങ്കിൽ പോലും മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യാപാരവും ആ സ്ഥലത്ത് തുടങ്ങിയാൽ വിജയം കൈവരിക്കുകയില്ല എന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് വഴി തൽക്കാലത്തേക്ക് പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ഇത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ തന്നെയാണ് യോഗം കാണുന്നത്. ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. ജീവിത പങ്കാളിക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായിട്ടുള്ള ഒരു ഉദ്യോഗം ലഭിക്കും. പലപ്പോഴും മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് വഴി, പല കാര്യങ്ങളിലും ഒരു ആത്മവിശ്വാസം കുറയുന്നത് വഴി സാഹസമായിട്ടുള്ള പ്രവൃത്തികളിൽ നിന്നും പിന്മാറണം. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും പ്രഭാഷണങ്ങൾ നടത്തുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം പിന്മാറി രേഖാപരമായിട്ട് എഴുത്തിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുവാനും എഴുത്തിലൂടെ പ്രതിഫലിപ്പിക്കാനുള്ള സാധ്യതകൾക്ക് അനുസരിച്ചുള്ള തൊഴിൽ മേഖലയിൽ ഏർപ്പെടുവാൻ സാധ്യതയുണ്ട്. ഗുരുതരാവസ്ഥയിലുള്ള ബന്ധുമിത്രാദികളെ കാണുവാനും സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാനും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് വേണ്ടി പണം കൊടുത്തുകൊണ്ട് വിദ്യാലയത്തിൽ ചേരേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അനുഭവജ്ഞാനമുള്ളവർ പറയുന്ന കാര്യങ്ങൾ അതിന്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി മനസ്സിലാക്കി അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാൻ രാത്രിയും പകലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പൊതുപ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറി കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് ഒരുപക്ഷെ സമാന ചിന്താഗതിയിലുള്ളവരുമായിട്ടുള്ള ഒരു കൂട്ടായ്മയിൽ പങ്കുചേരുവാൻ അവസരം വന്നു ചേരും. നിസ്സാര കാര്യങ്ങൾക്ക് പോലും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ചെയ്തു തീർത്താൽ ഭാവിയിലേക്ക് വളരെ ലക്ഷ്യപ്രാപ്തിയോടുകൂടി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. അപ്രധാനമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കി സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിനാൽ പലപ്പോഴും പുതിയ ഭരണ സംവിധാനമായിരിക്കാം, പുതിയ മേലധികാരികളായിരിക്കാം. എന്നിരുന്നാലും ഈ ഒരു മാസത്തിൽ പലപ്പോഴും ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിച്ച് വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിൽ എത്തിച്ചേരുവാൻ സാധ്യതയുള്ളൂ. പല വിധത്തിലുള്ള വിമർശനങ്ങൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും സുതാര്യതയുള്ള സമീപനവും കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികളായതുകൊണ്ടും ഈ വിമർശനങ്ങളെല്ലാം തന്നെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. 2025 ഡിസംബർ മുതൽ 6 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്ന ബൃഹത് പദ്ധതികൾ ഏറ്റെടുക്കുവാനും ഒരുപക്ഷെ ആത്മാർത്ഥ സുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കാം, പണം കൂടുതൽ മുതൽ മുടക്കേണ്ടാത്തതായുള്ള പ്രവർത്തന മണ്ഡലങ്ങളായിരിക്കാം. ഇങ്ങനെ അവസരത്തെ സ്വീകരിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. സതുദ്ദേശത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കും. ജനോപകാരപ്രദമായ രീതിയിൽ പ്രവർത്തിക്കുന്നത് വഴി സൽകീർത്തിക്ക് യോഗം കാണുന്നു. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശത്തിനോടനുബന്ധമായിട്ട് ഒരുപക്ഷെ പ്രത്യേക ദാനധർമ്മങ്ങൾ പോലും ചെയ്യുവാൻ തീരുമാനിക്കും. എന്നാൽ അതൊന്നും ഈ ഒരു മാസത്തിൽ നന്നല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചിങ്ങമാസത്തിലേക്ക്, അതായത് ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള മേലധികാരികളുടെ ആജ്ഞകൾ അർദ്ധമനസ്സോടുകൂടി സ്വീകരിക്കാനിട വരുമെങ്കിൽ പോലും അതിന്റെ അന്തസ്സത്ത മനസ്സിലാക്കിക്കൊണ്ട് അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ഉല്ലാസ വിനോദയാത്ര ആവാമെങ്കിലും മാസത്തിന്റെ 2ാമത്തെ പകുതിയിൽ അമിത വേഗതയുള്ള വാഹനോപയോഗവും അസമയങ്ങളിൽ ഉറക്കൊഴിച്ചുള്ള യാത്രയും പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുവാനിടയുണ്ട്. വിദേശത്ത് താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനൊരു അനുമതി ലഭിക്കുവാനിടയുണ്ട്. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. ജോലിയോടൊപ്പം ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനോ അതല്ല എങ്കിൽ
പുതിയ പാഠ്യപദ്ധതിക്ക് ചേരുവാനോ അവസരങ്ങൾ വന്നു ചേരും. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കുവാനിടയുണ്ട്. വികസ്വര രാജ്യത്തിലേക്ക് സകുടുംബം സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതികൾക്ക് അപേക്ഷകൾ നൽകുവാൻ അവസരമുണ്ടാകും. ഒരുപക്ഷെ അതിന്റെ നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞ് 2025 മെയ് മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിലെ പ്രവേശനം ലഭിക്കാൻ സാധ്യത കാണുന്നുള്ളൂ. എന്നിരുന്നാലും രേഖാപരമായിട്ട് സമർപ്പിക്കുവാനും പ്രാഥമിക സംഖ്യ അടയ്ക്കുവാനുമുള്ള സാധ്യതയുണ്ട്. വന്നു ചേരുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. ഊർജ്ജസ്വലതയോടുകൂടിയതായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ജനക്ഷേമ പദ്ധതികൾക്ക് സർവാത്മന സഹകരിക്കുവാൻ സാധ്യതയുണ്ട്. പണക്കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ആവുന്നതും ഒഴിവാക്കേണ്ടതാണ്. മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ ഭക്ഷ്യവിഷബാധ ഏൽക്കാൻ സാധ്യത കാണുന്നുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറി 2025 മെയ് മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യാൻ അവസരം വന്നു ചേരും. വസ്തു വാഹന ക്രയവിക്രയങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നുണ്ട്. താമസിച്ചു വരുന്ന ഗ്രഹത്തിന്റെ സമീപത്തുള്ള ഭൂമി ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള വിലയ്ക്ക് വാങ്ങുവാൻ അവസരം വന്നു ചേരും. ജോലിയോടൊപ്പം ഹ്രസ്വകാല പാഠ്യപദ്ധതികൾക്ക് ചേരുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. പൊതുവെ എല്ലാ വിധത്തിലും ശുഭകരമായിട്ടുള്ളൊരു അന്തരീക്ഷം, സമാധാനപരമായിട്ടുള്ള കുടുംബജീവിതമൊക്കെ തന്നെയാണ് പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു ജൂലൈ മാസത്തിൽ യോഗം കാണുന്നത്. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ കഴിഞ്ഞ 2-3 മാസമായിട്ട് പൊതുവെ വളരെ സമാധാനക്കേട് ഉണ്ടാകുന്ന പല കാര്യങ്ങളും ഔദ്യോഗിക തലത്തിലും ഒരുപക്ഷെ കുടുംബജീവിതത്തിലും വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് സ്വല്പം ആശങ്ക വർദ്ധിക്കും. ജോലിക്ക് പരിവർത്തനമുണ്ടാകുമോ, ജോലി നഷ്ടപ്പെടുമോ എന്ന ഒരു ആശങ്ക ഉള്ളതിനാൽ ബന്ധുമിത്രാദികളോടും സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു വയ്ക്കുവാനുള്ള സാധ്യതയുണ്ട്. ഇനി ഒരു ജോലിയുടെ അവസരങ്ങൾ വന്നു ചേരുകയാണെങ്കിൽ അറിയിക്കണം എന്നൊരു നിർദ്ദേശങ്ങൾ നൽകുവാനുള്ള സാധ്യത കാണുന്നു. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പല പ്രകാരത്തിലും സാംക്രമിക രോഗങ്ങളോ സന്ധിവേദന നീർക്കെട്ടൊക്കെ വർദ്ധിക്കുന്നതിന്റെ വെളിച്ചത്തിൽ വിദഗ്ധമായുള്ള പരിശോധനകളൊക്കെ വന്നു ചേരുമെങ്കിൽ പോലും ജീവിതശൈലി രോഗങ്ങളെ കൊണ്ട് ഉള്ള അസ്വാസ്ഥ്യങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭക്ഷണ ക്രമീകരണം, യോഗ, പ്രാണായാമൊക്കെ ശീലിക്കാൻ സാധ്യതയുണ്ട്. മക്കളുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ അവസരം വന്നു ചേരും. നിയമവിരുദ്ധമായിട്ടുള്ള തൊഴിൽ മേഖലകളിൽ നിന്നും പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും ആത്മാർത്ഥ സുഹൃത്തിനെ രക്ഷിക്കാനുള്ള ഒരു അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ആധുനിക സംവിധാനം പലതും നല്ലതാണെങ്കിൽ പോലും പ്രാവർത്തികമായിട്ട് ചിന്തിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ലക്ഷ്യപ്രാപ്തി നേടൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ പ്രയത്നിക്കാനുള്ള അവസരം ഈ ഒരു മാസത്തിൽ വേണ്ടിവരും. അത് പ്രവർത്തിച്ചാൽ മാത്രമേ ലക്ഷ്യപ്രാപ്തി നേടുവാൻ സാധ്യതയുള്ളൂ എന്നുകൂടി സൂചിപ്പിക്കുന്നു. സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങൾക്കും അകാരണമായിട്ടുള്ള കാലതാമസം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ മേലധികാരികളെയും ഉടമസ്ഥരെയും രേഖാപരമായിട്ട് അറിയിക്കേണ്ടതുമാണ് എന്ന് സൂചിപ്പിക്കുന്നു. നിശ്ചയിച്ചുറപ്പിച്ച പല കാര്യങ്ങൾക്കും വ്യതിചലനം വന്നു ചേരുവാനും കാലതാമസം ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. മേലധികാരികളുടെ ആജ്ഞകൾ അർദ്ധമനസ്സോടുകൂടി ഏറ്റെടുക്കാനുള്ള സാധ്യത കാണുന്നു. പല വിധത്തിലുള്ള പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുവാനായിട്ട് മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ജോലി ഏറ്റെടുത്ത ജോലികളെല്ലാം ചെയ്തു തീർത്ത് ഗൃഹത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ആസൂത്രിത പദ്ധതികളിലാണെങ്കിൽ പോലും അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. വിപണന മേഖലകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവർക്ക് നിലവിൽ നടത്തിവരുന്ന വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പ്രതീക്ഷിച്ച നേട്ടമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പക്ഷേ പ്രസ്ഥാനം പൂർണ്ണമായിട്ടുള്ള മറ്റുള്ളവർക്ക് കൈമാറുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. ഇത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും എന്നുകൂടി സൂചിപ്പിക്കുന്നു.
വികസ്വര രാജ്യത്തിലേക്ക് സകുടുംബം സ്ഥിരതാമസമാക്കുവാനുള്ളൊരു അനുമതിക്ക് അപേക്ഷകൾ നൽകുവാനിട വരുമെങ്കിൽ പോലും പ്രാരംഭത്തിൽ നിരസിക്കപ്പെടുവാനും രണ്ടാമത് സമർപ്പിക്കുന്നതിൽ അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുവാനും സാധ്യതയുണ്ട്. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം വന്നു ചേരും. ആചാര മര്യാദകൾ പാലിച്ചുകൊണ്ട് ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടിയും മാതാപിതാക്കളുടെ നിർദ്ദേശപ്രകാരവും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം കൈവരിക്കേണ്ട സാധ്യത കാണുന്നു. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട യാത്രകളും ധാരാളം ചർച്ചകളും വേണ്ടി വരുവാൻ സാധ്യതയുണ്ട്. ജീവിത നിലവാരം വർദ്ധിക്കുവാനിടയുള്ളത് കൊണ്ട് ഈ വർഷം, അതായത് 2024 ഭൂമി വാങ്ങി 2025 മെയ് മാസം മുതൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കുവാൻ തക്കവണ്ണം തീരുമാനിക്കുവാനിടയുണ്ട്. ആത്മവിശ്വാസത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കും. വേർപെട്ട് താമസിക്കുന്ന ദമ്പതികൾക്ക് സാഹചര്യങ്ങളെ കൊണ്ടായത്, അതായത് ജോലിയോട് ബന്ധപ്പെട്ട് വേർപെട്ട് താമസിക്കുന്ന ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ജോലി അവസരങ്ങൾ വന്നു ചേരും. അതുല്യ പ്രതിഭകളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. കാലാഹരണപ്പെട്ട ഗൃഹോപകരണങ്ങൾ മാറ്റിവാങ്ങുവാൻ സാധ്യത കാണുന്നു. കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം സംജാതമാകും. പലപ്പോഴും മഹത് വ്യക്തികളുടെ ആശയങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തതിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങളിലെല്ലാം തന്നെ സഹിഷ്ണുതയും ക്ഷമയും വേണ്ടി വരുവാൻ സാധ്യതയുണ്ട്. രക്തദൂഷ്യജന്യങ്ങളായുള്ള രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനും ഇതരമായിട്ടുള്ള ചികിത്സാ രീതികളൊക്കെ തുടക്കം കുറിക്കുവാനും സാധ്യതയുണ്ട്. സഹപാഠികളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും സാധ്യത കാണുന്നു. അധിക ചെലവ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാ കാര്യങ്ങളിലും വളരെ ആത്മനിയന്ത്രണം വേണം എന്നുകൂടിയാണ് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ജൂലൈ മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ ജോലി ഉപേക്ഷിക്കുക, വ്യാപാര വിപണന വിതരണ മേഖലയിൽ ഏർപ്പെടുക എന്നിവയൊക്കെ തന്നെ ജീവിത പങ്കാളി പല ആശയങ്ങളും പറയുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള അന്വേഷണിച്ച് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ പ്രവർത്തിക്കാവൂ. അല്ലാത്ത പക്ഷം അബദ്ധങ്ങൾ വന്നു ചേരും എന്ന ആശയങ്ങൾ അവലംബിക്കുക തന്നെ ആയിരിക്കും നന്നാവുക. ഒരുപക്ഷെ മാതാപിതാക്കളുടെ നിർബന്ധപ്രകാരവും ഇതിൽ നിന്നെല്ലാം പിന്മാറുവാനൊരു ആത്മപ്രചോദനം ഉണ്ടാകുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ തന്നെയാണ് യോഗം കാണുന്നത്. നിശ്ചയിച്ചുറപ്പിച്ച പല കാര്യങ്ങൾക്കും വ്യതിചലനം വന്നു ചേരുവാനിടയുണ്ട്. ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുവാനായിട്ട് പല സഹായം വേണ്ടി വരുവാൻ സാധ്യത കാണുന്നു. പ്രതിസന്ധികൾ പലതും വന്നു ചേരുവാനിടയുണ്ടെങ്കിൽ പോലും തളരാതെ പ്രവർത്തിക്കാനുള്ള ആർജവം, ആത്മവിശ്വാസം ഗുണകരമായി തീരുവാനിടയുണ്ട്. ഒരുപക്ഷെ ഈ മാസത്തിൽ പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ഓഗസ്റ്റ് സെപ്റ്റംബർ ആയിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ, പ്രാവർത്തികമാവാൻ സാധ്യതയുള്ളൂ എന്ന ധാരണ മേലധികാരികൾക്കും ഉടമസ്ഥർക്കും നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അവരെ ധരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. രേഖാപരമല്ലാത്ത പണമിടപാടുകളിൽ നിന്നും പിന്മാറുന്നത് നന്നായിരിക്കും. സഹായ മനസ്ഥിതിയൊക്കെ നല്ലതാണെങ്കിൽ പോലും അർഹതയുള്ളവർക്ക് മാത്രമേ കൊടുക്കാവൂ. അല്ലാത്ത പക്ഷം വിപരീതമായിട്ടുള്ള പ്രതികരണങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സമൂഹത്തിൽ ഉന്നതരുമായിട്ട് സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടുന്നത് വഴി സ്വന്തം ആശയവും അവരുടെ പണവും സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന പല കാര്യങ്ങൾക്കും ഒരു രൂപരേഖ തയ്യാറാക്കുവാൻ പോലും സാധ്യതയുണ്ട്. ഉപഭോക്താവിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാൻ തീരുമാനിക്കും. അപ്രധാനമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കി സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതും പ്രയത്നിക്കുന്നതും വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കാൻ സാധ്യതകൾ വളരെ കുറവായിരിക്കും. ചിലരൊക്കെ തന്നെ ഒന്നോ രണ്ടോ വിഷയത്തിൽ തോൽവി സംഭവിക്കുവാനിടയുള്ളത് കൊണ്ട് മാനസികമായിട്ടുള്ള സ്വസ്ഥതക്കേടുകളും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പല വിധത്തിലുള്ള ഭിന്ന അഭിപ്രായങ്ങളും
തൊഴിൽ മേഖലകളിലും കുടുംബത്തിലും വന്നു ചേരുവാനിടയുണ്ടെങ്കിൽ പോലും പ്രതികരിക്കാതിരിക്കുകയായിരിക്കും ഏറ്റവും നന്നാവുക. പലപ്പോഴും ഏതൊരു സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെയും സമചിത്തതയോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം എല്ലാം ശുഭപരിസമാപ്തിയിലെത്തിക്കാൻ സാധിക്കും. സങ്കല്പമനുസരിച്ച് ഉയരുവാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു ക്ഷമ വേണ്ടി വരുവാൻ സാധ്യതയുണ്ട്. ഉദ്യോഗം അന്വേഷിച്ച് വികസിത രാഷ്ട്രത്തിലേക്ക് പരിശ്രമിക്കാൻ ഇടവരുമെങ്കിൽ പോലും അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശത്താൽ മനസ്സിൽ ഉദ്ദേശിക്കുന്ന രാജ്യത്തിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ അവിടെ ജോലിക്ക് ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റ് വികസിച്ചു വരുന്ന രാഷ്ട്രത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം തീരുമാനിക്കുവാനും അതിനുവേണ്ടി അപേക്ഷകൾ സമർപ്പിക്കുവാനും സാധ്യതയുണ്ട്. സമാന ചിന്താഗതിയുള്ളവരുമായും കർഷകന്റെ പൂർണ്ണ പിന്തുണയോടുകൂടിയും പുതിയ കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. ഒരു പക്ഷേ കൃഷി വകുപ്പിന്റെ പൂർണ്ണ പിന്തുണയും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. മക്കളുടെ സംരക്ഷണം, മനസ്സമാധാനത്തിന് വഴിയൊരുക്കം, വിദഗ്ധ ചികിത്സകളാൽ രോഗശാന്തി വരുവാനിടയുണ്ട്. സങ്കുചിത മനോഭാവം ഒഴിവാക്കി വിശാല മനസ്ഥിതിയോടുകൂടി ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നു. വിൽപ്പനോദ്ദേശത്തോടുകൂടി വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ ഭൂമിക്ക് അനുകൂലമായിട്ടുള്ള വിലയ്ക്ക് ആവശ്യക്കാർ വന്നു ചേരുവാനിടവരും. ശ്രമകരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ സാധ്യത കാണുന്നു. വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. പഠിച്ച വിഷയത്തിൽ ഉദ്ദേശിച്ച പോലെ ജോലി സാധ്യതകൾ കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൊഴിലധിഷ്ഠിതമായിട്ടുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനൊരവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ഒരുപക്ഷെ അതിന്റെ ഫീസ് സ്വല്പം കൂടിയെന്നൊക്കെ വരാമെങ്കിൽ പോലും ഇങ്ങനെയുള്ളൊരു അവസരത്തെ സ്വീകരിക്കുന്നത് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. വിട്ടുവീഴ്ച മനോഭാവത്തിൽ കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. നീതിന്യായങ്ങൾ നടപ്പിലാക്കുവാനായിട്ട് നിയമസഹായം തേടുവാൻ സാധ്യത കാണുന്നുണ്ട്. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലതൊക്കെ വിട്ടുപോകുവാൻ സാധ്യത കാണുന്നു. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. മറ്റുള്ളവരുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ അവസരം വന്നു ചേരും. അതിലുപരി സ്വന്തം കഴിവുകേടുകളെ മനസ്സിലാക്കിക്കൊണ്ട് ധ്രുവീകരിക്കുവാനും ഉദ്ധരിക്കുവാനുമുള്ളൊരു മാനസികമായിട്ടുള്ളൊരു അവസ്ഥ സംജാതമാകുവാനിടവരും. ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ പലപ്പോഴും അർത്ഥപൂർണമായതുകൊണ്ട് സ്വീകരിക്കുവാനും അവലംബിക്കുവാനും സാധ്യത കാണുന്നുണ്ട്. അവഗണിക്കപ്പെട്ട അവസ്ഥാവിശേഷം ഒഴിഞ്ഞുമാറി പരിഗണിക്കപ്പെടുവാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നുണ്ട്. ഇനി ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പണം മുതൽ മുടക്കിയാൽ അതിനനുസരിച്ചുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ ക്രിയാത്മകമായിട്ടും അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടും പണം മുതൽ മുടക്കുവാൻ തയ്യാറാകുവാനും രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു ജൂലൈ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.